തന്നെ ഈ പ്രയർ ലൈനിൽ 112 ഫോൺ ഓണാണ്. നമ്മൾ അനേക പ്രാവശ്യം മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ മെസ്സേജ് നമുക്ക് കേൾക്കുന്നത് ഒരു അനുഗ്രഹമാണ്, ആശ്വാസമാണ്, രോഗസൗഖ്യമുണ്ടാക്കുന്നുണ്ട്, യേശുവിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്, ജീവിതത്തെ സമർപ്പിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമ്മൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, ഇന്ന് പകൽക്കാലം കേട്ട വചനത്തിനു ഭാഗം നമ്മളെ തന്നെ സമർപ്പിക്കണം. കർത്താവേ, ഈ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് എന്നിൽ വീണ് എന്നെ ഇത്രത്തോളം വ്യത്യാസപ്പെടുത്തി, അതുകൊണ്ട് കർത്താവേ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. എന്നാൽ ഈ ദൈവവചനമാകുന്ന വിത്ത് ലഭിക്കാത്ത അനേകര് ഞങ്ങളുടെ ബന്ധുതയിലും ചാർച്ചയിലും നാട്ടിലും വീട്ടിലും ഇവിടെയും ഞങ്ങളുടെ ജോലി ചെയ്യുന്നവരായിട്ടൊക്കെ ഉണ്ട്. കർത്താവേ, അവരോട് ഈ വചനം, ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് പറയുവാൻ, വിത്ത് കൊടുക്കുവാൻ എന്നെ അതിനായി ശക്തീകരിക്കണമേ കർത്താവേ. എനിക്ക് അതിനുള്ള ബലം തരണമേ കർത്താവേ. കാരണം അനേക പക്ഷികൾ ഈ സസ്യത്തിന്മേൽ, ഈ വൃക്ഷത്തിന്മേൽ വന്ന് അഭയം പ്രാപിക്കുന്നത് പോലെ, ആശ്വാസം പ്രാപിക്കുന്നത് പോലെ ഈ ദൈവരാജ്യം മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ദൈവരാജ്യം മാത്രമേ ഉള്ളൂ മനുഷ്യന് സ്വസ്ഥതയും ശാന്തതയും സമാധാനവും വിടുതലും സന്തോഷവും നൽകുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും. എന്നാൽ നമുക്ക് വേണ്ടി യേശു കർത്താവ് ഒരു സ്വർഗരാജ്യം പണിയുന്നു. കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇന്ന് അനേക പ്രസ്ഥാനങ്ങളും മതങ്ങളും അനേക സഭകളുമുണ്ട്. പക്ഷേ അനേകരും അതാത് സഭകളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുക. കാരണം യേശുവിന്റെ വചനം ഒരു ദൈവരാജ്യത്തിന് സമമാണ്. ദൈവരാജ്യം ഒരു കടുകുമണിയോട് സദൃശമെന്നാണ് നമ്മൾ ഇന്ന് പകൽക്കാലം കേട്ടത്. വചനത്തിന് അതിന്റെ ശക്തിയുണ്ട്, വിത്തിന് അതിന്റെ ശക്തിയുണ്ട്. വിത്ത് വളരുന്നതാണ്, ദൈവവചനവും വളരുന്നതാണ്. ദൈവവചനം അനേകർക്ക് ആശ്വാസം പകരും. ഒരു സസ്യത്തിൽ അനേക, അല്ലെങ്കിൽ ഒരു മരത്തിൽ, ഒരു വൃക്ഷത്തിൽ അനേക പക്ഷികൾ കടന്നു വന്ന് ആശ്വാസം പ്രാപിക്കുന്നത് പോലെ ഈ വചനം, ഈ ദൈവരാജ്യ പ്രസംഗം, യേശുവിനെ കുറിച്ചുള്ള അറിവ് അനേകരുടെ ജീവിതത്തിലെ സ്വസ്ഥതയും ശാന്തതയും പകരും. പിശാചിന്റെ പിടികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. നമ്മളെല്ലാവരും ദൈവരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവാത്മാവിന്റെ പ്രേരണയുടെ ഒരാൾക്ക് ശബ്ദമുയർത്തി ചുരുക്കമായിട്ട് ഈ വചനത്തിന് ഭാഗം നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അത്ഭുതങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ കഴിഞ്ഞതായിട്ടുള്ള സമയത്ത് ദൈവത്തിന്റെ ദാസനിൽ നിന്ന് ദൈവത്തിന്റെ വചനം കേൾപ്പാൻ ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം. കേട്ട ദൈവത്തിന്റെ വലിയേറിയ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ വിശുദ്ധമായ രക്ഷാകരമായ ദൂത് ഞങ്ങൾക്ക് മറ്റുള്ളവരോട് അറിയിപ്പാൻ തക്കോണം ഇന്ന് പൽക്കാലം കേട്ട ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നീ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, കർത്താവെ, ഞങ്ങളുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, കർത്താവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് മാറ്റമില്ലാത്ത വചനം യേശു ലോകരക്ഷിതാവെന്ന് അറിയിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലയിടങ്ങളിലും പല സ്ഥലങ്ങളിൽ കർത്താവെ, ദൈവവചനത്തിന്റെ പ്രഘോഷണത്തിന് സമയങ്ങൾ ചുരുക്കിയിരിക്കുമ്പോൾ കർത്താവെ, നാളുകളിൽ അതൊക്കെയും തിരികെ ലഭിക്കാനുള്ള അവസരങ്ങളെ കർത്താവ് നൽകുമാറാകണമേ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കർത്താവ് ഇതിന് സമയമെടുത്ത് ദൈവവചനം സംസാരിപ്പാന് ദൈവത്തിന്റെ ദാസന്മാരെയും ദൈവമക്കൾ അത് കേൾക്കുവാനുള്ള കൃപ ദൈവമക്കൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവരാജ്യത്തെ പ്രസിദ്ധീകരിക്കുന്നവരാക്കി എവിടുന്ന് ഞങ്ങളെ തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ താമസിക്കുന്ന ചുറ്റുപാടുകളിൽ കർത്താവെ, ഭവനത്തിന്റെ പരിസരങ്ങളിൽ കർത്താവെ, കടന്നു പോകുന്ന ഇടങ്ങളിൽ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ദൈവവചനം പ്രസംഗിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേട്ട എല്ലാവരെയും എവിടുന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ഭവനത്തിൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും കർത്താവെ ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിവിടെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രസിദ്ധിക്കായി ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനം പ്രസംഗിക്കുവാൻ, പഠിപ്പിക്കുവാൻ, വിതയ്ക്കുവാൻ കർത്താവെ, ഞങ്ങളെ ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമേ. അത് വളർന്ന് വരുന്നത് കാണുവാൻ, പറന്ന് പന്തലിക്കുന്നത് കാണുവാൻ സഹായിക്കണം. അനേക പക്ഷികൾ വന്ന് ആശ്വാസം പ്രാപിക്കുന്നത് കാണുവാൻ കർത്താവെ സഹായിക്കണം. വചനം സംസാരിച്ചതിന്റെ ദാസനെയും
ഭൂതലം വെന്തുരുകും, താരകങ്ങൾ മറയും. ഭൂതലം വെന്തുരുകും, താരകങ്ങൾ മറയും. അന്നുമൻ യേശുവിൻ അൻപിൻ കരങ്ങൾ സാധു ഞാൻ വിശ്രമിക്കും. ഹല്ലേലൂയ, ആമീൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ഇന്ന് പകൽക്കാലം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആരെങ്കിലും, യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ലാത്ത ആരെങ്കിലും ഒരാളെങ്കിലും ഈ പ്രയർ ലൈനിലുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് *1 കുത്തി അൺമ്യൂട്ട് ചെയ്ത് ഈ പ്രയർ ലൈനിലേക്ക് നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കും. തന്നെയല്ല, വിശ്വാസ സ്നാനം, കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഈ പ്രയറിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ 112 ഫോൺ ഓണാണ്. അപ്പോൾ 200-ലധികം ആൾക്കാർ ഇപ്പോൾ പ്രയർ ലൈനിലുണ്ട്. യേശുവിന്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞിട്ടൊന്ന് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കത്തില്ല. ഇന്ന് തന്നെ അതിനായി സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും. അങ്ങനെ താല്പര്യമുള്ളവരെ *1 കുത്തി പറഞ്ഞാൽ നിങ്ങളുടെ പേര് പറയണ്ട, നിങ്ങളുടെ സ്ഥലവും പറയണ്ട, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അതിനുള്ള വഴികൾ ഉണ്ടാക്കും. എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റിക്കൊള്ളും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. അതിനുവേണ്ടി ഞാൻ 1-2 നിമിഷങ്ങൾ തരുന്നു. സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാൻ? പ്രിയ ദൈവദാസിക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ. സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, പ്രൈസ് ഗോഡ്. ദൈവദാസി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും അൺമ്യൂട്ട് ചെയ്യരുത്, അങ്ങനെ ഹോൾഡ് ചെയ്തോണം. ഇനി ഞാൻ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ വാചകം പറഞ്ഞു തരാം. ഇനി ആരെങ്കിലും ഉണ്ടോ? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ *1 കുത്തി അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനിയും ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞാട്ടെ. സ്തോത്രം. കാരണം ഒരാത്മാവിന്റെ വില സർവ്വ ലോകത്തെക്കാളും വിലയേറിയതാണ്. എന്തോ കേട്ടില്ല, ഉറക്കെ പറയാമോ? ആട്ടെ, ഇനി ആരെങ്കിലും ഉണ്ടോ? യേശു കർത്താവിനായി ഹൃദയത്തെ കൊടുത്ത് ഒരു പുതു ജീവിതത്തിനായി സമർപ്പിക്കാൻ ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ആട്ടെ, സ്നാനപ്പെടുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവര് ഇപ്പോൾ നിങ്ങളുടെ പേര് പറയണമെന്നില്ല, നിങ്ങളുടെ സ്റ്റേറ്റും പറയണമെന്നില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എനിക്ക് ഈ കർത്താവിന്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കണമെന്ന് താല്പര്യമുണ്ട്, അതിനായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയാകും. ഓട്ടെ, ദൈവദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ ബാപ്റ്റിസത്തിനായിട്ട് വിശ്വാസ സ്നാനം? നിങ്ങളുടെ പേര് പറയണമെന്നില്ല, സ്റ്റേറ്റും പറയണമെന്നില്ല. കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം അത് കർത്താവിന്റെ കൽപ്പനയാണ്, അതിൽ യാതൊരു ചോയ്സ് ഇല്ല. എവരിബഡി ഹാസ് ടു. ആമേൻ. *1 കുത്തുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവമുള്ള വഴികളെ തുറക്കും. സ്തോത്രം.
ആട്ടെ, പ്രാർത്ഥിക്കാം. 3 പേര് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനായിട്ട് ജീവിതത്തെ സമർപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞു തരുന്ന പ്രാർത്ഥന വചനങ്ങൾ യഥാർത്ഥത്തിൽ പറയൂ. ആദ്യം പറഞ്ഞ 3 പേര് ദയവായിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥനാ വാചകം എന്നോടുകൂടെ ചേർന്ന് പറയും. കണ്ണുകൾ അടയ്ക്കൂ. ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. യേശു കർത്താവേ, ഈ സമയം ഞാൻ അങ്ങയുടെ പാദപീഠം വരുന്നു. അങ്ങയെക്കുറിച്ച് ഇന്ന് കേൾക്കുവാൻ കഴിഞ്ഞത് കൊണ്ട് സ്തോത്രം. യേശുവേ, അങ്ങന്റെ രക്ഷിതാവാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഞാനൊരു പാപിയാണ്. എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. യേശുവേ, അങ്ങന്റെ ഹൃദയത്തിലേക്ക് വരയണമേ. അങ്ങയ്ക്കായി എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും. അതിനായി അങ്ങ് കൃപ തരണമേ. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. കർത്താവേ, എന്നെ അങ്ങ് സ്വീകരിച്ചതിനായി സ്തോത്രം. ഈ സന്തോഷ വർത്തമാനം മറ്റുള്ളവരോട് പറയുവാനും കൃപ തരണമേ. എന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അങ്ങനിലേക്ക് വന്നതിനായി സ്തോത്രം. എന്റെ പാപങ്ങൾ ക്ഷമിച്ചതിനായി സ്തോത്രം. യേശുവേ, ജീവനുള്ള കാലം മുഴുവൻ ഞാൻ അങ്ങയെ സേവിക്കും. എന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ദൈവം ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം സന്തോഷിക്കുന്ന ദിവസം, സ്വർഗം സന്തോഷിക്കുന്ന ദിവസം. ഹല്ലേലൂയ. ഇനി സ്നാനപ്പെടുവാനായിട്ട് സമർപ്പിച്ച ആ ദൈവദാസിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. ആദ്യം രക്ഷിക്കപ്പെട്ടതായ 3 പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അതിനുശേഷം സ്നാനത്തിന് വേണ്ടി സമർപ്പിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ദൈവം അതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശേഷമുള്ള അനുഗ്രഹം ഈ നിമിഷം മുതൽ ഉണ്ടാകും. പ്രയറിലുള്ള എല്ലാവരും ദയവായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച പ്രിയപ്പെട്ട 3 പേരോട് ഞാൻ ഒരു കാര്യം പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ വായിച്ചു തുടങ്ങണം. ഇന്ന് മുതൽ വായിച്ചു തുടങ്ങണം. യോഹന്നാന്റെ സുവിശേഷം മുതൽ വായിച്ചു തുടങ്ങും. അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അത് ഇന്ന് മുതൽ വായിച്ചു തുടങ്ങണം. ദൈവം നിങ്ങളെ വിശേഷാൽ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ,